ഹലോ അസ്സാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ അങ്ങനെ വീഡിയോസൊന്നും ചെയ്യാതെ. അപ്പോൾ ഇന്ന് എന്തായാലും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ ആവാമെന്ന് വിചാരിച്ചു. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ആയി കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പിന്നെ 2 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിന് മുകളിലായിട്ടില്ലേ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം പിസ്സ സോസ് എടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ സോസ് ഒന്ന് സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ടില്ലേ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഒറിഗാനോ ഒന്നായി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഒറിഗാനും കൂടി സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ സ്ലൈസ്ഡ് ചീസില്ലേ ബർഗറിലൊക്കെ യൂസ് ആക്കുന്നത്, അതിപ്പോൾ 2 ബ്രെഡിന് മുകളിലും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളില്ലേ ഇങ്ങനെ ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല റിച്ച് ഫ്ലേവർ ആയിരിക്കും ഇത് കഴിക്കുന്ന സമയത്ത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാൻഡ്വിച്ചിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുന്ന സമയത്ത്. നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ഇനി ഇതിന് മുകളിൽ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ 8 പീസായിട്ട് കട്ട് ചെയ്തിട്ട് 2 ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലായിടത്തും തന്നെ ഈ ഒരു എഗ്ഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അല്ലേ ഇതിന് മുകളിൽ വീണ്ടും കുറച്ച് ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡായി കൊടുക്കാം കേട്ടോ. നമ്മളെ വീട്ടിലല്ലേ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാലേ നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും ഒന്ന് സ്പ്രെഡായി കൊടുത്തിട്ട് ഇതൊരു 3 മിനിറ്റ് നേരം ഒന്ന് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ടോസ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ ചീസും മെൽറ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂലേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.